ഇന്ന് യോഹന്നാൻ പറയുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. വചനം ജഡമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുക. അപ്പോൾ അത് തന്നെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, നമ്മുടെ ബുദ്ധിക്ക് ആഴം കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ് എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരുന്ന വചനം, ആ വചനം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അവരുടെ ജീവനായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആദിയിലുണ്ടായിരുന്ന ദൈവത്തോടു കൂടെയായിരുന്ന ദൈവമായിരുന്ന ഈ വചനം, ആദിയിലുണ്ടായിരുന്ന ദൈവത്തോടു കൂടെ ഇരുന്ന ദൈവമായിരുന്ന ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഈ 14-18 വാക്യങ്ങൾ വളരെ നിർണായകമായ വാക്യങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് യോഹന്നാൻ വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. ഈ വചനം അല്ലെങ്കിൽ യേശു കർത്താവിനെ ആരാണെന്ന് എന്താണെന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിൽ ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടുകൂടെ ദൈവമായിരുന്ന വചനം, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആ വചനം അനേകരെ പ്രകാശിപ്പിക്കുകയും അനേകർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നതായിട്ടുള്ള വചനം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്നതായിട്ടുള്ള ഈ ദൈവത്തിൻ്റെ വചനം, ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുക. ജഡമായി തീർന്നു എന്നുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, അത് നമ്മളെപ്പോലെ മാംസരക്തങ്ങളുള്ളവനായിട്ട് ആ വചനം തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല എന്ന് നമ്മൾ വായിക്കാനിടയായി തീർന്നു. അതുതന്നെ വേറൊരു നിലയിൽ ഇവിടെ പറഞ്ഞേക്കുകയാണ്, ഈ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു എന്നവിടെ വായിക്കുക. അപ്പോൾ നോക്കിയാട്ടെ, വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ ഞങ്ങൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്കറിയാം, തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു, ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു. അപ്പം അതിന് ശേഷം സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആദിയിൽ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ മോശെ മുഖാന്തരം എന്താണ് നമുക്ക് ലഭിച്ചത്? അവിടെ പറഞ്ഞേക്കുക, ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഏറ്റവും പരമപ്രധാനമായിട്ട് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടി യോഹന്നാൻ പറയുകയാണ്, ഈ യേശു ആരാണ്? യേശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? യേശുവിനോട് കൂടെ ഇരുന്ന്, വളരെ ക്ലോസ് ആയിട്ടിരുന്ന്, അദ്ദേഹത്തോട് കൂടെ സമയം ചെലവഴിച്ച യോഹന്നാൻ പറയുകയാണ്, ഈ വചനം ജഡമായി തീർന്നു എന്ന് പറയും. എനിക്കിന്നും ആഴം കണ്ടെത്താൻ കഴിയാത്ത ഒരു ദൈവവചന ഭാഗം കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ 2:9 വായിക്കുന്നത്. അവിടെ നമുക്കറിയാം, യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോഴും ജ്ഞാനവാദികളായിട്ടുള്ള കുറേ ആൾക്കാർ അന്ന് സഭയ്ക്ക് പല നോസ്റ്റിക്സ് എന്ന് പറയുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. 1 യോഹന്നാൻ്റെ ലേഖനവും 2 യോഹന്നാൻ്റെ ലേഖനവും എഴുതപ്പെടുന്നത് ആ ഒരു നോസ്റ്റിക്സിൻ്റെ അറ്റാക്ക് സഭയ്ക്ക് ഉണ്ടാകുന്ന ഒരു കാലയളവിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ പൗലോസ്ലീഹ കൊളോസ്യ ലേഖനം എഴുതുന്നതും ഇതേ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പൗലോസ്ലീഹ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് പറഞ്ഞേക്കുക. അത് തന്നെ നമുക്ക് കൺസീവ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം ഈ സകലവും സൃഷ്ടിച്ചവനായ ദൈവം ഒരു സൃഷ്ടിയും സോളമൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ ഒതുങ്ങുകയില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചവനായിട്ടുള്ള, അപരിമേയനായിട്ടുള്ള, അപ്രമേയനായിട്ടുള്ള ഈ ദൈവം
ആദിയും അന്തമില്ലാത്തവൻ, സമയത്തിൻ്റെ ഉള്ളിലല്ല, സമയത്തിന് അവനാ സമയം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ അവൻ സമയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ദൈവമല്ല. അപ്പോൾ ഇതുപോലുള്ള ആ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു എന്ന് പറയും. അത് പറയാനും അത് വിശ്വസിക്കാനും, അല്ലെങ്കിൽ പറയുന്ന വ്യക്തിക്ക് തന്നെ അത് എങ്ങനെ അത് അവതരിപ്പിക്കണം എന്നുള്ളത്, അതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് തന്നെ ഒരു പസിലായിട്ട്, അല്ലെങ്കിൽ ഒരു 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 സോൾവ് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനുഷ്യബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കുമ്പോൾ വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞേക്കാണ് ആ വചനം ജഡമായി തീർന്നു എന്നുള്ള വലിയ സത്യം. നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട്, മക്കൾ ജഡരക്തങ്ങളോടുകൂടി ഒരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് എബ്രായർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് അങ്ങനെ ഇത്ര വലിയവനായ ദൈവം, ഒന്നിലും ഒതുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇത്ര ശ്രേഷ്ഠനായ ഈ ദൈവത്തിന് ഒരു മനുഷ്യനാകാനായിട്ട് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അവൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. കാരണം അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സാധിക്കത്തില്ല. ഇവിടെ മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന തത്വശാസ്ത്രം അനുസരിച്ച് കുറേ ആൾക്കാർ, ഈ ജ്ഞാനമതക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് യേശുക്രിസ്തു ജഡത്തിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നിയതേ ഉള്ളൂ, സത്യത്തിൽ അദ്ദേഹം അങ്ങനെ ജീവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. It appeared that he was living in the flesh, but he was not actually living in the flesh. It was impossible for God to get manifested in the flesh. ഒരിക്കലും ഇത്രമാത്രം വലിയവനായ ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടാനായിട്ട് കഴിയുകയില്ല എന്ന് ജ്ഞാനമതക്കാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇവിടെ വളരെ വ്യക്തതയോടുകൂടെ യോഹന്നാൻ ഇവിടെ എഴുതിയേക്കാണ്, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയും. അതിൻ്റെ കാരണവും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കൃപയും സത്യവും എന്ന് നമ്മൾ പറയുമ്പം നമുക്ക് പല നിലകളിൽ അതിനെ മനസ്സിലാക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ചിന്ത നമ്മുടെ അപ്പച്ചന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ റൈച്ചസ് സ്റ്റാൻഡേർഡിനെ കുറിച്ചുമുള്ള ഒരു വെളിപ്പാട് നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ആത്യന്തികമായ വെളിപ്പാടല്ല, എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്. അല്ലെങ്കിൽ ഇതാണ്, ദിസ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ് ഓഫ് യു, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ദൈവം തൻ്റെ നിലവാരത്തെ ദൈവം ന്യായപ്രമാണത്തിലൂടെ വെളിപ്പെടുത്തുകയും അത് മോശയ്ക്ക് നൽകുകയും ഇസ്രായേൽ മക്കൾക്ക് ആചരിക്കാൻ വേണ്ടി നൽകുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് നീ പ്രവർത്തിക്കണം, ഇത് നീ ചെയ്യുന്നെങ്കിൽ നീ ഇതുമൂലം ജീവിക്കും, നീ ഇത് പ്രവർത്തിക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് വളരെ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് തന്നെ തരും. നിത്യജല കാര്യമൊന്നും അല്ല അവിടെ പറഞ്ഞേക്കുന്നത്, ഈ ലോകത്തിൽ വെച്ച് തന്നെ പല കാര്യങ്ങളും ഞാൻ നിനക്ക് തരും. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ പറഞ്ഞത് അതല്ല, നീ ചെയ്യുകയല്ല, അത് ഞാൻ നിനക്ക് വേണ്ടി നിവർത്തിക്കും, ഇത് കൃപയാണ്, നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ കൃപയിൽ ആശ്രയിച്ച് ഞാനിത് നിനക്ക് വേണ്ടി നിവർത്തിക്കുകയും നീ അനുഭവിക്കേണ്ട ശിക്ഷയും നീ അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ച് നിനക്ക് പകരമായിട്ട് ഞാൻ മരിക്കും എന്നുള്ളതാ ആ കർത്താവ് പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ ആ കാതലായ ഭാഗം എന്നുള്ളത് നമുക്കറിയാം. സൗജന്യമായ രക്ഷ, മനുഷ്യന് സ്വന്തം പ്രവൃത്തി നിമിത്തവും മനുഷ്യന് സ്വന്തം പരിശ്രമ നിമിത്തവും അവൻ്റെ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തു വന്ന് പ്രഘോഷിച്ചത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാ കർത്താവ് പ്രസംഗിച്ചതെന്ന് നമുക്കറിയാം, കർത്താവ് പഠിപ്പിച്ചതെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രണ്ടാമതൊരു കാര്യം, എന്തുകൊണ്ട് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വരേണ്ടി വന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ന്യായപ്രമാണം അനുസരിച്ച് തന്നെ നമുക്കറിയാം, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആ വിധിക്ക് മുന്നിൽ
ദൈവം നമ്മളെ കേവലം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്ന വ്യക്തിയുടെ പാപമെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ദൈവത്തിൻ്റെ നീതിയെ, ദൈവത്തിൻ്റെ സത്യത്തെ അത് സ്ഥാപിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സത്യവും ഒരുപോലെ സ്ഥാപിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് കാൽവരി ക്രൂശ് എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ. എന്തുകൊണ്ട് നമ്മൾ പാടുന്നൊരു പാട്ടിലുണ്ട്, ദൈവമേ 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 ഈ വിധമെന്നെ കൈവിട്ടതെന്തൻ ആലറിക്കരവാൻ കൈവിട്ടതെന്തൻ ആലറിക്കരവാൻ ജീവന്റെ നാഥ നിടയായതെന്ത് ജീവന്റെ നാഥ നിടയായതെന്തൻ അറിഞ്ഞു നമുക്കു സ്തുതിക്കാം അറിഞ്ഞു നമുക്കു സ്തുതിക്കാം ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം ദിവ്യജീവൻ നൽകിയതോർക്കാം. പലപ്പോഴും ആ ഗാനം ആലപിക്കുമ്പം ആ പാട്ടുകാരൻ ആവശ്യപ്പെടുന്ന പോലെ തന്നെ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. ജീവന്റെ നായകന് ക്രൂശിൽ കിടന്ന് കരയാൻ ഇടയായതെന്ത്? അത് എൻ്റെ പാപനിമിത്തം. എൻ്റെ പാപത്തെ സംബന്ധിച്ചോളം ഒരിക്കലും അതിനെ ശിക്ഷിക്കാതെ വിടാനായിട്ട് ദൈവത്തിന് നീതി അനുവദിക്കുന്നില്ല. അതേസമയം തന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന, തൻ്റെ സ്വരൂപത്തിൽ എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന് എന്നെ ആ നിത്യ ശിക്ഷാവിധിയിലേക്ക് ദൈവത്തിന് എന്നെ കൊണ്ടുപോകാനും കഴിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ആ കൃപയും ദൈവത്തിന്റെ സത്യവും ഒന്നിച്ച ഒരു ജീവിതമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം എന്നുള്ളത് നമുക്കറിയാം. ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു ദൈവത്തിന്റെ കൃപ എന്താണെന്നും ദൈവത്തിന്റെ നീതി എന്താണെന്നും വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവാണ്. അത് കാൽവരി ക്രൂശിലാണ് അവൻ വെളിപ്പെടുത്തിയത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവിടെ എഴുതിയേക്കാണ്, വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. We beheld his glory as the glory of the one and only from the Father. ദൈവത്തിങ്കൽ നിന്ന് ഏകജാതനായവന്റെ, one and only begotten from the Father, ആ ദൈവത്തിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ അവന്റെ തേജസ്സിനെ കണ്ടു എന്നവിടെ എഴുതിയേക്കും. നമുക്കറിയാമല്ലോ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ രൂപം വിരൂപമായിരുന്നു എന്ന് നമ്മൾ വായിക്കുക. അവന് രൂപഗുണമില്ല, സൗന്ദര്യമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അങ്ങനെ കണ്ട ആ വാക്യം പോകുന്നത് നോക്കിയാട്ടെ. ഈ ലോകത്തിൽ അവൻ രോഗം ശീലിച്ചവനായും നിന്ദ്യനായിട്ടും അവൻ ഇരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കും. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾക്ക് ദൈവങ്ങളെയൊക്കെ നമ്മൾ വരച്ച് നമ്മളെ കാണിക്കുമ്പോൾ അതെ, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ എന്ന് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ബ്രദർ BGV അതവിടെ ഇട്ടത്. നോക്കിയാട്ടെ, അപ്പോൾ ഈ ദൈവങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ തലയുടെ ചുറ്റും ഒരു പ്രകാശം ഇങ്ങനെ മിന്നുന്നത് ആയിരുന്നോ കർത്താവിൻ്റെ തേജസ്സിനെ യെശയ്യാവ് അല്ലെങ്കിൽ ഈ യോഹന്നാൻ കണ്ടത്? കർത്താവിൻ്റെ ദാസൻ അതിന് വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളതും നേരെ പോ എന്നുള്ളതുമായിട്ടുള്ള ഒരു വ്യാഖ്യാനം പറഞ്ഞു. നിശ്ചയമായിട്ടും അത് വളരെ വാലിഡ് ആയിട്ടുള്ള വ്യാഖ്യാനം തന്നെയാണ്. കർത്താവ് മറുഭൂമിയിൽ രൂപാന്തരപ്പെടുമ്പോൾ കർത്താവിൻ്റെ തേജസ്സിനെ യാക്കോബും യോഹന്നാനും പത്രോസും ദർശിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്. എന്ന് മാത്രമല്ല, തൻ്റെ ദൈവത്വത്തെയും താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് ശിഷ്യന്മാർക്ക് അത് ഉറപ്പാക്കി കൊടുക്കാനും തക്കവണ്ണം അത് ദൈവഹിതത്തിലും ദൈവാലോചനയിലും അത് കർത്താവ് ചെയ്തതാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നിശ്ചയമായിട്ടും അത് ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതത്തിലെ ഒരു വലിയൊരു നാഴികക്കല്ല് പോലുള്ളൊരു സംഭവമായിരുന്നു കർത്താവ് തന്നെ മറുഭൂമിയിൽ വെളിപ്പെടുത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതേസമയം തന്നെ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു.
അവന് ജീവൻ പ്രത്യക്ഷമായി. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞങ്ങൾ അവനോടുകൂടെ ഇരുന്നു അവൻ്റെ തേജസ് കണ്ടു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ പറയപ്പെട്ട സംഭവം അവിടെ ആ കോണ്ടസ്റ്റിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി, ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടി ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളെ ഇവിടെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പം ശിഷ്യന്മാർക്ക് കർത്താവ് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പല സമയങ്ങളിൽ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മിറക്കിൾസ് ആയിരുന്നോ കർത്താവിൻ്റെ മഹത്വം, അവൻ്റെ തേജസ് കണ്ടു എന്ന് പറയുന്നത്? മിറക്കിൾസ് നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്നതായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ നമുക്കറിയാം ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ദൈനംദിനമായിട്ട് കർത്താവിനോട് കൂടെ അവരൊരുമിച്ച് ജീവിക്കുകയും കർത്താവിനോട് ഇടപഴകിയ വ്യക്തികൾക്കൊക്കെ ഒരു കാര്യം മനസ്സിലായി. നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ കൂടെ പോയി വന്ന് കാണുമീൻ എന്ന് പറഞ്ഞതായിട്ട് അങ്ങനെ 2 പേര് കൂടെ പോയി താമസിച്ചു എന്നൊക്കെ നമ്മൾ ആദ്യ ഭാഗത്ത് സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പം അക്ഷരീകമായിട്ടുള്ള ഒരു ഓറ തൻ്റെ തലയ്ക്ക് ചുറ്റുമോ അല്ലെങ്കിൽ അക്ഷരീകമായിട്ടുള്ള വേറെ ഏതെങ്കിലും അത്ഭുതം ചെയ്തിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് പിന്നെ നമ്മൾ അത്ഭുത സ്തബ്ധരായി പോകുന്ന നിലയിലുള്ള ആ ഒരു ദൈവത്തിൻ്റെ തേജസ്സിനേക്കാളും കർത്താവിനോട് കൂടെ ജീവിക്കുകയും കർത്താവിനോട് കൂടെ ചരിക്കുകയും ചെയ്തപ്പോൾ നിശ്ചയമായിട്ടും ഈ കർത്താവിൽ ഉള്ള ആ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് പറഞ്ഞ നിലയിലുള്ള കർത്താവിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ നിശ്ചയമായിട്ടും ആ വ്യക്തികൾ അനുഭവിച്ചറിയാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവിക ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട്, ആത്മാവിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ഈ പറഞ്ഞ പോലുള്ള ദൈവിക ഗുണങ്ങൾ ഉള്ളവരായിട്ട് അതിൻ്റെ ആ ഛായയിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് സ്നേഹം എന്താണെന്ന് നമുക്കാരും പഠിപ്പിച്ചു തരേണ്ട. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് സ്നേഹം എന്താണെന്നും കുറ്റബോധം എന്താണെന്നും അല്ലെങ്കിൽ ഇരുട്ടെന്താണെന്നും ഒക്കെ സ്നേഹമില്ലായ്മ എന്താണെന്നും ഒക്കെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന അത് സംവേദിച്ചറിയാനുള്ള ആ ശക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്വരൂപത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, വേറൊരിടത്ത് നമ്മൾ ഇവിടെ തന്നെ വായിക്കുന്ന യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യെശയ്യാവ് അവൻ്റെ മഹത്വത്തെ ദർശിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവ് ദർശിച്ച മഹത്വം എന്തായിരുന്നു എന്നുള്ളത് യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാം. കാരണം ഈ ക്രൂശിക്കപ്പെട്ടവനായിട്ടുള്ള ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ അത്യുന്നതനായ ദൈവം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തന്നെ, യെശയ്യാവ് യേശു ദൈവം തന്നെ രക്ഷ എന്ന് പറയുന്ന നിലയിൽ അവൻ ഇമ്മാനുവേലായിട്ട് നമ്മളോടുകൂടെ ഇരിക്കും. അവൻ കന്യാഗർഭിണിയായി അവൻ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർക്കും. അവൻ ഇമ്മാനുവേലായിട്ട് അല്ലെങ്കിൽ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം. അന്ന് വരെ ഇസ്രായേൽ മക്കളെ കുറിച്ച് ഉള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു, ദേശത്ത് നട്ടു, എന്നാൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങി അത്രേ എന്നവരെക്കുറിച്ച് വായിക്കുമ്പോൾ ഇനി ഇവരോട് കുറേ കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്തിട്ടല്ല അവരെ ഇനി പെർഫെക്റ്റ് ആക്കാൻ പോകുന്നത്. ഇനി അവരെ പെർഫെക്റ്റ് അവരെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ ഈ ദൈവപുത്രൻ തന്നെ, മശിഹ തന്നെ അവരുടെ ഇടയിലേക്ക് മനുഷ്യനായിട്ട് അവതരിക്കുകയും ദൈവപുത്രൻ അവരിൽ അവതരിക്കുകയും ദൈവം നമ്മോട് കൂടെ എന്ന എല്ലാ അർത്ഥത്തിലും പറയത്തക്കവണ്ണം വചനം ജഡമായിത്തീരുന്ന ഒരനുഭവത്തെക്കുറിച്ച് തന്നെയാണ് യെശയ്യാവ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നും തുടർന്നുള്ള യെശയ്യാവിൻ്റെ പ്രവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിലുള്ള കർത്താവിൻ്റെ അന്ത്യകാലത്തുള്ള കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും, എന്നാൽ അതിനു മുമ്പ് അവൻ ജഡത്തിൽ വെളിപ്പെടുമ്പോൾ പാപ പരിഹാരത്തിന് വേണ്ടി അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഈ മഹത്വത്തെ കണ്ടിട്ടാണ് ആ യെശയ്യാവ് പറഞ്ഞത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. നമുക്കറിയാലോ, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നതൊക്കെ ആ യെശയ്യാവ് കണ്ടു. എന്നാൽ അവൻ ദർശിച്ച ഏറ്റവും വലിയ കാര്യം, ക്രൂശിൽ പിടഞ്ഞ് മനുഷ്യരാശിയുടെ പാപത്തിന് വേണ്ടി മരിക്കുന്ന ആ ക്രിസ്തുവിനെ അവൻ കണ്ടിട്ട്, അവൻ ഈ കഷ്ടപ്പെടുന്നത്, അവൻ ഈ യാതന അനുഭവിക്കുന്നത്, അത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും നമ്മുടെ പാപങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നുവെന്ന് നമ്മുടെ തലമുറയിൽ ആർ വിശ്വസിച്ചു എന്ന് ചോദിക്കത്തക്കവണ്ണം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് കറക്റ്റ് അല്ല, ദയവായി ക്ഷമിക്കണം, ഞാൻ ആശയമാണ് പറയുന്നത്. നമ്മുടെ തലമുറയിൽ ആരും വിശ്വസിച്ചില്ല. അപ്പോൾ ഇത്ര വലിയ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന ഈ രക്ഷയെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ നിത്യതയിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള ആ മഹത്വം അവരൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ കണ്ടതായിട്ടുള്ള മഹത്വം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു, വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി, ഞങ്ങൾ അവൻ്റെ തേജസ്, പിതാവിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്. പിതാവ് നിത്യതയിൽ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി നിയമിച്ചതും, എൻ്റെ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നീ എനിക്കായി ഒരു ജഡം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ആ നിലയിൽ ദൈവം മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയെ ദർശിച്ചിട്ട്, ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ നിത്യ ആലോചന പ്രകാരമുള്ള ദൈവത്തിൻ്റെ ആ ആലോചനയെ ദർശിച്ചിട്ട്, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന ആ രക്ഷയെക്കുറിച്ച് ദർശിച്ചിട്ട്, അവൻ ആ പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ അവൻ്റെ തേജസ്സിനെ കണ്ടു എന്ന് പറയുമ്പോൾ, നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, മറുവമല രൂപാന്തരപ്പെട്ടത് ഒക്കെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തോടുകൂടെ, യേശു കർത്താവിനോട് കൂടെ നിരന്തരം സഹവസിക്കുകയും നിരന്തരം അവനോട് ചേർന്നിരിക്കുകയും, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് വരെ യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകനെന്ന് പറയുന്ന ആ സാഹചര്യം വരെ അവിടെ നിന്ന് ആ ശിഷ്യൻ പറയുകയാണ്. അവിടെ നിന്ന് റോമൻ പടയാളി ഇത് അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് അത്ര നേരം കർത്താവിനെ കണ്ട ആ വ്യക്തികൾ പോലും സാക്ഷീകരിക്കുന്നത് ഒക്കെ ഒരുപക്ഷെ വിറ്റ്നസ് ആയിരുന്ന യോഹന്നാൻ. അവൻ പറയാം, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ അവൻ്റെ ഈ അത്ഭുത പ്രവൃത്തിയും അവൻ്റെ ഈ അസാധാരണമായ ടീച്ചിങ്ങുകളും അസാധാരണമായ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറ്റ് പലതിനോടും ഞങ്ങൾക്ക് താതാത്മ്യം ചെയ്ത് നോക്കാനായിട്ട്, താരതമ്യം ചെയ്ത് നോക്കാനായിട്ട് മറ്റെന്തൊക്കെയോ ആണെന്ന് ഞങ്ങൾ ധരിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അതൊന്നും ഞങ്ങൾക്ക് ധരിക്കാൻ കഴിയുന്നില്ല. ഇത് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ് അല്ലാതെ വേറൊന്നുമല്ല, ദൈവത്തിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ് തന്നെയാണിത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കത്തക്കവണ്ണം ആ ജീവന്റെ വചനം ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. അതാണ് ഞങ്ങൾ സാക്ഷീകരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിനൊക്കെ എങ്ങനെ പറയുന്നതെന്ന് ഞാനും കൊളോസ്യ ലേഖനം പണ്ട് പഠിച്ചിട്ടുള്ളപ്പോൾ ഞാൻ ആ വാക്യത്തിൻ്റെ മുന്നിൽ നിന്ന് കുറേ നേരം വിഷമിച്ച്. കാരണം കർത്താവ് എങ്ങനെ ഇത് വിവരിക്കും? 206 എല്ലും ഇതുപോലെ സന്ധിമജ്ജകളും നാഡികളും ഒക്കെ ഉള്ള ഒരു സാധാരണ ചില കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യനായിട്ട് ഈ ദൈവപുത്രൻ അവൻ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്നവിടെ എഴുതിയിട്ട്, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് തന്നെ ഒരു മിസ്റ്ററി ആണെന്നുള്ളത് നമ്മൾ തിമത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ വായിക്കും. ഇറ്റ് ഈസ് എ മിസ്റ്ററി. അതൊരു വലിയ രഹസ്യമാണ്. ഇന്നും പണ്ഡിതന്മാർ, ഇന്നും ആൾക്കാർ തലപകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഹൗ കുഡ് ദിസ് ഹാപ്പൻ, ഹൗ കുഡ് ദിസ് ബി, ഇത് എങ്ങനെ സംഭവിക്കും? ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഹി വാസ് നോട്ട്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് തോന്നിയതല്ല, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നോക്കിയാട്ടെ, അവിടെ നമ്മൾ കാണുന്നത് തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു എന്ന് സാക്ഷീകരിച്ചു. നമുക്കറിയാം, അതിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവിൻ്റെ ഇറ്റേണൽ നേച്ചറിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപമേൽ കൃപ. അവൻ്റെ നിറവിൽ നിന്ന് ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു എന്ന് നമ്മൾ തുടർന്ന് വായിക്കും. അപ്പോൾ അത്
അതൊരു ഫെയ്ഡിങ് ഗ്ലോറി ആയിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് തല പുകയരുത്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോകുന്നെങ്കിൽ അത് ദൈവവചനത്തിൻ്റെ കുറവല്ല, എൻ്റെ കുറവാണ്. എൻ്റെ കുറവ് കൊണ്ട് നിങ്ങൾക്കങ്ങനെ തോന്നുന്നത് ദയവായി ക്ഷമിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുക. കാരണം ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു, അങ്ങനെ ആ ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു. ന്യായപ്രമാണത്തിന് മധ്യസ്ഥരായിട്ട് മോശെ ഉണ്ടായിരുന്നു. എന്നാൽ മോശയുടെ മുഖത്തേക്ക് തേജസ് നിമിത്തം പലരും നോക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആ തേജസ് കൊണ്ട് അവർ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂടുപടം ഇടാനായിട്ട് പറഞ്ഞു. എന്നാൽ ആ മൂടുപടം ഇട്ടതിൻ്റെ ശരിക്കുള്ള പർപ്പസ് എന്ന് പറയുന്നത് മാറിപ്പോകുന്ന തേജസ് ഇസ്രായേൽ മക്കൾ കാണാതിരിക്കാൻ. കാരണം കുറച്ച് ദിവസം അത് പ്രകാശിച്ചു, പിന്നെ അത് പ്രകാശിച്ചില്ല. അത് പ്രകാശിക്കാതിരിക്കുന്നു എന്നുള്ള സത്യം കാണാതിരിക്കാൻ വേണ്ടിയാണ് ആ മൂടുപടം ഇട്ടത് എന്നുള്ളൊരർത്ഥത്തിൽ അവിടെ എഴുതപ്പെട്ടേക്കുന്നത് നമുക്കറിയാം. എന്നാൽ നമുക്കറിയാമല്ലോ, അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടേക്കുന്ന കാര്യം നമുക്കറിയാം. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മോശയോ ഏലിയാവോ ഒക്കെ ആവശ്യപ്പെടുന്നതും നിനക്ക് എൻ്റെ മഹത്വം ഒന്നും കാണാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അവരുടെയൊക്കെ ഒരാഗ്രഹമായിരുന്നു. എന്നാൽ എൻ്റെ മഹത്വം, എൻ്റെ പൂർണ്ണ ഗ്ലോറിയിൽ എന്നെ കണ്ടിട്ട് ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല, അങ്ങനെ ആർക്കും കാണാൻ കഴിയുകയുമില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം ആയിരിക്കുന്ന അനുഭവത്തിൽ, ആ തേജസ്സിൽ, ആ മഹത്വത്തിൽ ആർക്കും കാണാൻ കഴിയുകയില്ല. അങ്ങനെ ആരും കണ്ടിട്ടുമില്ല. എന്നിട്ട് അവിടെ എഴുതിയേക്കാണ്, എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജനായ പുത്രൻ, പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ. കഴിഞ്ഞ ദിവസം എബ്രായർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായവും അതുപോലെ കൊളോസ്യർക്ക് എഴുതുന്ന ലേഖന ഭാഗങ്ങളും ഒക്കെ നമ്മളെടുത്ത് ചിന്തിക്കാനിടയായിത്തീർന്നു. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കർത്താവിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ, അല്ലെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഈ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം പുത്രനുള്ള നിയോഗം എന്നുള്ളത് അത് പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പിതാവിനെ വെളിപ്പെടുത്തുക. പിതാവ് ആരാണോ, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ദൈവദാസൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, അങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് തോമസ് ചോദിച്ചു. അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് കർത്താവ് അതിനെ പ്രതിവചിക്കുന്നത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവ മഹത്വത്തിനായിട്ട് സ്തോത്രം. അവർ ദർശിച്ച ഈ മഹത്വത്തിനായിട്ട് സ്തോത്രം. മനുഷ്യന് വേണ്ടി കാൽവരി ക്രൂശിൽ കടന്നു വന്ന് അവൻ്റെ സ്നേഹവും അവൻ്റെ വിശ്വസ്തയും അവൻ്റെ സത്യവും എസ്റ്റാബ്ലിഷ് ചെയ്ത കർത്താവിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആ കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം. കർക്കശക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ നിയമങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രം ദൈവത്തെക്കുറിച്ച് പ്രമാണ മുഖാന്തരം അറിഞ്ഞെങ്കിൽ അല്ല മക്കളെ, അത് നിങ്ങളെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും എൻ്റെ സ്വന്തം പുത്രൻ്റെ ജീവൻ കാൽവരിയിൽ നൽകാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ സ്നേഹിച്ച ദൈവമാണ് എന്ന് നമ്മൾ അതാണ് യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മോട് പറയുന്നതായിട്ടുള്ള സാക്ഷ്യം. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്ന് മാത്രമല്ല, കർത്താവ് ഈ ജഡം എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ചിന്ത നമ്മൾ പലപ്പോഴും ചിന്തിക്കണം. ഈ കർത്താവ് എടുത്ത ഈ ജഡം എടുത്ത, അല്ലെങ്കിൽ കർത്താവ് എടുത്ത ഈ മനുഷ്യത്വം എവിടെ നിന്നുള്ളതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ മനുഷ്യത്വം ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യനിൽ നിന്ന് കടം കൊണ്ടു എന്നുള്ളൊരു ചിന്തയിലാണ് പലരും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, ദൈവത്തിന് നമ്മുടെ മനുഷ്യത്വം കടമെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സൃഷ്ടിച്ചപ്പം, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചപ്പം നമുക്ക് ലഭിച്ചതായി ഈ മനുഷ്യത്വം. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം
നമ്മളെ സൃഷ്ടിച്ച ആ നിലയിൽ നമുക്ക് അന്ന് ലഭിച്ച കാര്യമായി മനുഷ്യത്വം. അപ്പം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ തൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് ദൈവം സൃഷ്ടിച്ചപ്പം നമുക്കുണ്ടായിരുന്നതാണ് നമുക്ക് ലഭിച്ചതാണ് ഈ മനുഷ്യത്വമെങ്കിൽ ഈ മനുഷ്യത്വം ആരിലുണ്ടായിരുന്നു? ഈ മനുഷ്യത്വം ദൈവത്തിലുണ്ടായിരുന്നു. അല്ലാതെ ദൈവത്തിന് പുതിയൊരു മനുഷ്യത്വം പ്രാപിക്കാനായിട്ട് നമ്മുടെ ഇവിടെ വന്ന് ഏതെങ്കിലും മനുഷ്യൻ്റെ അണ്ടമോ ബീജമോ ഒക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ആകേണ്ട ആവശ്യമില്ലായിരുന്നു. ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ മാതാവ് ഗർഭിണിയായി, അതുകൊണ്ട് അവിടെ പുരുഷന്റെ ആവശ്യമില്ലായിരുന്നു, എന്നാൽ സ്ത്രീയുടെ അണ്ടത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ല, ഒരു പുരുഷനെ കൂടാതെ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് ദൈവത്തിന് കഴിയുമെങ്കിൽ പിന്നെ ഒരു സ്ത്രീയുടെ സഹായം കൂടാതെ എന്ന് പറയുന്ന ആ ശരീരത്തിൻ്റെ ഭാഗഭാക്കായി തീരാതെ ആ പാപം നിറഞ്ഞ തലമുറയുടെ പിന്തുടർച്ചാവകാശിയായിട്ട് തീരാതെ കർത്താവിന് അത് ചെയ്യാൻ കഴിയത്തില്ലേ? കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്ന ഒരു മിസ്റ്ററിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് പൂർണ്ണമായിട്ടും പാപരഹിതനായിരുന്നു. നിങ്ങളിൽ ആർക്കെന്നൊക്കെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയും എന്ന് ചോദിച്ച നിലയിൽ താൻ പാപമില്ലാത്തവനായിരുന്നു. പാപമില്ലാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നാ ദൈവത്തിന് വചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എവിടുന്നും കടമെടുത്ത മനുഷ്യത്വമല്ല, നമ്മളിലുള്ള മനുഷ്യത്വം കർത്താവിലുണ്ടായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ മനുഷ്യത്വം മാത്രമല്ല, നമ്മളിൽ ആ ക്രിസ്തുവിൻ്റെ സ്വരൂപവും കൂടെ തരത്തക്കവണ്ണം അതിനുവേണ്ടിയാണ് ഈ വീണ്ടെടുപ്പുണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. വീണ്ടെടുപ്പിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുകയും നാം അവനിൽ വിശ്വസിക്കുകയും ചെയ്ത് ഇന്ന് നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ആ മനുഷ്യത്വം മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും കൂടെ നമുക്ക് പങ്കിട്ട് അല്ലെങ്കിൽ ആ തൻ്റെ അതേ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കാൻ വേണ്ടി ദൈവം നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സബ്ജക്റ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ എന്താണ്ട് പറഞ്ഞതേ ഉള്ളൂ. വലിയൊരു കോട്ടയുടെ ചുറ്റും നടക്കുന്ന ഒരു വിവരമില്ലാത്ത പയ്യൻ അവിടെ ഇവിടെ നോക്കി ഏതാണ്ട് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൂടുതലൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. എനിക്കിതിനേക്കാൾ കൂടുതൽ പറയാൻ അറിയത്തുമില്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കൽ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ദൈവത്തിന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഞാൻ ഈ ഗ്രഹാം ഹെൻഡ്രിക്സ് എന്ന് പറയുന്ന ദൈവദാസൻ്റെ പാട്ടുകളൊക്കെ പലപ്പോഴും ഓർക്കാറുണ്ട്. മാൻഹുഡ് ആൻഡ് ഡയറ്റി, രണ്ട് ദൈവത്തിൻ്റെ മനുഷ്യത്വവും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യത്വവും ദൈവത്വവും ചേർന്ന യേശുക്രിസ്തുവിൻ്റെ ആ ലോകത്തിലുള്ള ജീവിതവും തൻ്റെ രീതിയും ഒക്കെ എന്ന് പറയുന്ന ഒരു മിസ്റ്ററിയാണ്. ഓ വാട്ട് എ മിസ്റ്ററി, മാൻഹുഡ് ആൻഡ് ഡയറ്റി എന്ന് നമ്മൾ പാടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ആയിത്തീർന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, അവനെ നമുക്ക് ആരാധിക്കാം, അവനെ ദൈവം എന്നോർത്ത് നമുക്ക് മഹത്വീകരിക്കാം, എല്ലാ ശ്രേഷ്ഠതയും എല്ലാ ബഹുമാനവും നമുക്ക് അർപ്പിക്കാം. നിത്യതയിൽ നമ്മൾ അവനെ കാണും. ഇതേ മനുഷ്യത്വത്തോടും ദൈവത്തോടും കൂടെ നമ്മൾ അവനെ കാണും. അവിടെ അതൊരു വണ്ടറായിരിക്കും. ഒരു വലിയൊരു നമുക്ക് സന്തോഷത്തിന് നൽകുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ കർത്താവിനോട് കൂടെ നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ട് നമ്മളെപ്പോലെ ആയിത്തീർന്ന ഈ കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമായ അനുഭവമായിരിക്കും. അതിനായിട്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.